മാർട്ടിന്റെ പേരിൽ പാട്ടത്തിന് കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ തൃശൂർ ജില്ലയിലുണ്ടായത്. മുളങ്ങുന്നത്തുകാവിലുള്ള വ്യവസായ സംരംഭമായ സിൽക്കിന്റെ കണ്ണായ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന 250 ഏക്കർ ഭൂമിയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേ ദിവസം കൈമാറ്റപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും മുഴുവൻ ദിവസക്കൂലി പ്രവർത്തിച്ചിരുന്ന സഖാക്കളെ മുഴുവനും അതാത് വകുപ്പിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡറുകളും ഈ 2-3 ദിവസങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും, മാർച്ച് 1-ാം തീയതി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫെബ്രുവരി 26, 27 തീയതികളിൽ മാർച്ച് 1-ാം തീയതി പുറപ്പെടുവിച്ച ചില ഉത്തരവുകൾ ഫെബ്രുവരി 27-ഉം 28-ഉം ദിവസം ഡേറ്റ് പിന്നാക്കം വെച്ചുകൊണ്ടാണ് ആ നിയമനങ്ങൾക്കൊക്കെ അംഗീകാരം കൊടുത്തത്. അങ്ങനെ അവസാന നാളുകളിൽ എല്ലാവിധ അഴിമതികളും നടത്തിക്കൊണ്ട് കോടാനകോടി രൂപയുടെ അഴിമതിയാണ് ദിവസം എന്നോണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഏറ്റവും വലിയ ക്ലീൻ മുഖ്യമന്ത്രി എന്നൊക്കെ ജനങ്ങളിൽ പേരുണ്ടാക്കുന്നതിന് വേണ്ടി കരുണാകരന്റെ പേരിലും അതുപോലെ ബാലകൃഷ്ണപിള്ളയുടെ പേരിലൊക്കെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കേസ് നടത്തുകയും അതിന്റെ ചില കുഞ്ഞാലിക്കുട്ടിയെ അടക്കമുള്ള ആൾക്കാരൊക്കെ ഇന്ന് പ്രതി ചേർത്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വളരെ വ്യക്തമായി അവരുടെ ബന്ധുക്കളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിലേക്ക് സ്വാധീനിച്ചുകൊണ്ട് നടത്തുന്ന പേക്കൂത്തുകളൊക്കെ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി